ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ അത് ഉയർത്തിയ ആൾക്കാർ തന്നെ വന്ന് ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും കലോത്സവത്തിന്റെ പാചകത്തിന് വരാൻ വയ്യ എന്ന് ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന KPSTA എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാക്കളും അവരുടെ ഫുഡ് കമ്മിറ്റി കൺവീനറും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഈ വർഷം നമ്മൾ കൊല്ലത്തേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. പഴയിടം മോഹനൻ നമ്പൂതിരി വീണ്ടും കലോത്സവത്തിന്റെ പാചകപ്പുരയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. വിവാദങ്ങളൊക്കെ അവസാനിച്ചു. വീണ്ടും കുട്ടികൾക്കായി ഭക്ഷണം ഉണ്ടാക്കാൻ കൊല്ലത്തേക്ക് പോവുകയാണല്ലേ? ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ അത് ഉയർത്തിയ ആൾക്കാർ തന്നെ വന്ന് ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും കലോത്സവത്തിന്റെ പാചകത്തിന് വരാൻ വയ്യ എന്ന് ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്ന KPSTA എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാക്കളും അവരുടെ ഫുഡ് കമ്മിറ്റി കൺവീനറും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഈ വർഷം നമ്മൾ കൊല്ലത്തേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. വിവാദങ്ങൾ അനാവശ്യമായിരുന്നു. അത് തികച്ചും അനാവശ്യമായിരുന്നു എന്നുള്ള അതിന്റെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതായിരുന്നല്ലോ. ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ അത് വെറുതെ എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ ചില ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരികയും അതിന്റെ പേരിൽ ഒരു പൊതുസമൂഹത്തിൽ തന്നെ ഒരു ചർച്ചയ്ക്കിടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു ശരിക്കും. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെയുള്ള വാചകമാണ് അന്ന് ഉയർത്തിക്കൊണ്ട് വന്നത്. ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന വാചകം അതൊക്കെ വല്ലാണ്ട് നമ്മളെ ഹോണ്ട് ചെയ്ത ചില സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു. അദ്ദേഹം അതിൻ്റെ അകത്ത് നേരിട്ടോടെ വരികയും നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ആ വിഷയത്തിൽ നിന്നൊക്കെ വിട്ടു. കാരണം ഒരാളോടും ശാശ്വതമായിട്ട് ഒരു വ്യക്തിയോടും നമുക്കൊരു വിരോധമോ അല്ലെങ്കിൽ ഒന്നും വച്ചു പുലർത്തേണ്ട സാഹചര്യമില്ലല്ലോ. നമ്മുടെ ജോലി എന്താണ്? നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം വന്നാൽ കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും വിവാദങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുന്നു. കൊല്ലത്തേക്ക് അദ്ദേഹം തിരിക്കുകയാണ്. ജനുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാചകപ്പുരയിൽ പഴയിടം ഉണ്ടാവും. ഭാവിയിലും പഴയിടം തന്നെ തുടരട്ടെ എന്ന് അദ്ദേഹത്തെ ആശംസിക്കുകയും ചെയ്യുന്നു. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.